നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കാസർഗോഡ് പാണത്തൂർ ബാപ്പുങ്കയത്ത് ഇബ്രാഹിമിന്റെ മകൾ സന ഫാത്തിമയെ കാണാതായിട്ട് 4 ദിവസം പിന്നിടുന്നു. കുട്ടിക്കായുള്ള തെരച്ചിൽ ഊർജിതമാണെങ്കിലും തിരോധാനത്തിൽ ദുരൂഹത ഏറുകയാണ്. കുട്ടി ആരുടെയെങ്കിലും കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് ബന്ധുക്കൾ. കേസിൽ കൂടുതൽ വിപുലമായ അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട്. കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വ്യാജ വാട്സ്ആപ്പ് സന്ദേശം അയച്ചയാളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. പാണത്തൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും വീടുകളിൽ തെരച്ചിൽ നടത്തണമെന്നും സനയുടെ ഉറ്റവർ ആവശ്യപ്പെടുന്നു. സന ഒഴുക്കിൽപ്പെട്ടിരിക്കാം എന്ന അനുമാനം മാറ്റിവെച്ച് വിശദമായ അന്വേഷണം വേണം എന്നാണ് ബന്ധുക്കളുടെ നിലപാട്. പ്രദേശത്തുള്ള ആരെങ്കിലും ദുരുദ്ദേശത്തോടെ കുട്ടിയെ തട്ടിയെടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യതയിലേക്ക് അവർ വിരൽ ചൂണ്ടുന്നു. സനയെ കാണാതായി മണിക്കൂറുകൾക്കകം കുട്ടിയെ കണ്ടെത്തി എന്ന പ്രദേശത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം വന്നിരുന്നു. നൌഷാദ് ഇളയമ്പാടി എന്നയാളുടെ പേരിലായിരുന്നു സന്ദേശം. കുട്ടിയുടെ ബന്ധുക്കൾ ഉടൻ ഈ നമ്പറിൽ വിളിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. അല്പസമയം കഴിഞ്ഞ് ഇതേ നമ്പറിൽ നിന്ന് തെറ്റായ സന്ദേശം അയച്ചതിൽ ക്ഷമാപണവും എത്തി. വ്യാഴാഴ്ച വൈകുന്നേരമാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാതായത്. വീടിനോട് ചേർന്ന ഒരു ചെറിയ നീർച്ചാലുണ്ട്. മഴ പെയ്തൊഴിഞ്ഞ സമയമായതിനാൽ നീർച്ചാലിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. കുട്ടി ഒഴുക്കിൽപ്പെട്ടു എന്നാണ് ആദ്യം കരുതിയത്. നീർച്ചാലിനോട് ചേർന്ന് കുട്ടിയുടെ കുട കണ്ടെത്തിയതും സംശയം ബലപ്പെടുത്തി. 1 കിലോമീറ്റർ അകലെ പുഴയിലാണ് ഈ നീർച്ചാൽ ചേരുന്നത്. റോഡിനോട് ചേർന്ന് പൈപ്പിലൂടെയാണ് നീർച്ചാലിലെ വെള്ളം കടന്നു പോകുന്നത്. പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പൈപ്പ് പൊട്ടിച്ച് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ പരിശോധന നടത്തണമെന്ന ആവശ്യം അന്വേഷണ സംഘം പരിഗണിച്ചില്ല എന്ന് പരാതിയുണ്ട്. ദിവസങ്ങൾ പിന്നിടുന്തോറും സനയുടെ തിരോധാനത്തിലെ ദുരൂഹതയും ഏറുകയാണ്. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം. For latest news, subscribe our channel and press the bell icon to never miss any news.